ഹലോ, അപ്പോൾ നമ്മൾക്കിന്നൊരു യാത്ര പോയാലോ? കൊട്ടിയൂരേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇന്നിവിടെ ബ്ലോക്കൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ബ്ലോക്കായിരുന്നു. ഇറങ്ങുന്ന നേരം മഴ പെയ്ത കേട്ടോ. കൊട്ടിയൂരിപ്പം മഴ പെയ്യണം എന്നാണ് പറയുന്നത് ശാസ്ത്രം അല്ലേ? ആരുണ്ടാക്കിയ ശാസ്ത്രം? മഴയത്തെ മുങ്ങി കുളിച്ച് പുതിയ തോർത്തൊക്കെ വാങ്ങി തോർത്തി ഈറനോട് തിരുവഞ്ചൂരിൽ നടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ തിരുവഞ്ചൂരിൽ 3 പ്രാവശ്യം ചുറ്റി ഭഗവാനെ പ്രാർത്ഥിച്ച് ഭണ്ണാര സമർപ്പണം നടത്തിയതോടെ തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ കൊട്ടിയൂരേക്ക് പോവുകയാണ്. ഇന്ന് തിരക്ക് കുറവാ, ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കാണാതെ. സാധാരണ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരുപാട് വണ്ടി വരുന്നതാണ്. ഇത് തിങ്കളാഴ്ച ആയണ്ട. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ നാട്ടുപുറത്ത് കൊട്ടിയൂരിന് അടുത്തുള്ള പ്രദേശവാസികൾ കൂടുതൽ പോകുന്ന സമയം. അപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉച്ചക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും കേട്ടാ. കട്ടാക്കി എടുക്ക്. ഒരേ അങ്ങോളം പിടി സിനിമ പിടിക്കേണ്ട 2.5 മണിക്കൂർ. നിങ്ങൾ എത്ര വർഷമായി കൊട്ടിയൂർ? ഞാൻ എൻ്റെ 21 വയസ്സിൽ കൊട്ടിയൂർ റൂട്ടിൽ ബസ്സിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ കൊട്ടിയൂർ പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ നിങ്ങൾക്ക് കൊട്ടിയൂരിനെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകൾ പറഞ്ഞേ. കൊട്ടിയൂർ പണ്ട് ഞാൻ 21 വയസ്സിൽ കൊട്ടിയൂർ ബസ് പണിയെടുക്കുന്ന സമയത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ തലശ്ശേരി കോഴിക്കോട് ബസ് എന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് കൂടെ ആൾക്കാരെയും കൊണ്ടാണ് പോവാം. ആൾക്കാർക്ക് അന്ന് സീറ്റൊന്നും വേണ്ട, വയസ്സായ ആൾക്കാരായാലും ശരി ചെറുപ്പക്കാരായാലും ശരി എല്ലാം കൂടി ടൈറ്റ് നിറച്ചിട്ട് ഒരു പോക്ക്. അന്ന് പിന്നെ സമയമൊന്നും നോക്കൂല. ബസ്സുകൾ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 ട്രിപ്പ് ഓടുന്ന ബസ്, 2 ട്രിപ്പ് ഓടുന്ന ബസ്സിൽ 5 ട്രിപ്പെല്ലാം അടിക്കും ഒരു ദിവസം. 2 ഡ്രൈവർമാരെല്ലാക്കി 5 ട്രിപ്പെല്ലാം അടിച്ചിട്ട് അന്നോടും. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ടൂർ പാക്കേജ് എന്നെല്ലാം പറഞ്ഞിട്ട് ടൂറിസ്റ്റ് ബസ്സുകാരും കാറുകൾ ഇഷ്ടംപോലെ ഇല്ലാണ്ട് എല്ലാവരും സെപ്പറേറ്റ് കാറുകളിലെടുത്ത് പോകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ട്രാഫിക് കൂടുതൽ. ഞായറാഴ്ചയിലാകുമ്പോൾ 5-8 കിലോമീറ്റർ ദൂരം ട്രാഫിക് ബ്ലോക്കാണ്. അതുകൂടാണ്ട് ജനങ്ങൾക്ക് കുറച്ച് ഭക്തി കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾ ന്യൂജനല്ല, 2K കുട്ടികളല്ലേ, അല്ലാതെ ആൾക്കാരൊക്കെ കുറച്ച് അങ്ങനെയാ പറയാതിന്. അങ്ങനത്തെ കിഡ്സ് എന്ന് പറയാൻ തോന്നില്ല. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ആൾക്കാരല്ല ഇപ്പൊ അങ്ങനെയാ. അപ്പൊ ഇപ്പം കുറച്ച് ജനങ്ങൾ ഭക്തിജനങ്ങൾ കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഇതിനെപ്പറ്റി, എല്ലാ അമ്പലത്തിനെ പറ്റി നല്ല വിവരങ്ങൾ, അതിൻ്റെ സ്റ്റോറി, ഹിസ്റ്ററിയും കഥകളും എല്ലാ ഇതിൻ്റെ സാങ്കല്പിക വശങ്ങളിൽ അറിയുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പോകാൻ തുടങ്ങി. നമ്മൾ കണ്ണമുണ്ടാവുന്നതെത്തി പുഴയിൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ടല്ലോ. ഈ ഓട്ടോന്റെ പേര് എന്താണെന്നറിയാം? ചെല്ലപ്പൻ ആശാരി. സമയം ഏകദേശം 6:15. രാത്രിയെ വെല്ലുന്ന കൊടുങ്കാട്ടിലൂടെ പോകുമ്പോലെ പണ്ടേ ഇത് 2 സൈഡും ഫോറസ്റ്റ് ആട്ടോ. 2 സൈഡും ഫോറസ്റ്റ് ആണ്, 2 സൈഡും കാടാണോ? 2 സൈഡും ഫോറസ്റ്റ് കാടും. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. പഴുത് ജഗതി പറഞ്ഞ പോലെ. കൊട്ടിയൂർ ടെമ്പിൾ 16 കിലോമീറ്റർ, 17 കിലോമീറ്റർ. ശരി, എല്ലാവർക്കും ഇതിലൂടെ പോകാൻ അറിയില്ല. ഏറ്റവും ഷോർട്ട് കട്ടടാ.
ഈ റൂട്ടിലൂടെയും പോവാ അതിലൂടെയും പോവാ രണ്ട് റൂട്ടാ. പ്രകൃതി ഭംഗി കാണണമെങ്കിൽ കൊട്ടിയൂരൊക്കെ തന്നെ യാത്ര ചെയ്യണം. ആ വണ്ടി കൊട്ടിയൂരേക്കാണെന്ന് തോന്നുന്നു. അവരെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ബ്രേക്ക് അത്ര പരിചയമില്ല. നാട്ടിലെ വണ്ടിയല്ല, സ്റ്റേറ്റ് കൊല്ലം വണ്ടി. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി. കൊട്ടിയൂരിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താ, സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ഓടപ്പൂ വിൽക്കുന്നത് കാണാം. കൊട്ടിയൂരെത്തിയ ഭക്തന്മാർ സാധാരണ ഓടപ്പൂ വാങ്ങാതെ മടങ്ങാറില്ല. ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ട്. വെള്ളം കുറവല്ലേ? തിരക്കും കുറവല്ലേ? ഇന്ന് തിരക്കില്ലാണെന്നാ അവര് പറഞ്ഞ. ഇപ്രാവശ്യം ഭയങ്കര തിരക്കില്ലാന്ന്. ആ, പൈസ വരുമ്പോ പൈസ ഇപ്പോഴാ ടോക്കൺ? വെയിൽ അടിയൊഴുക്ക് കൂടുതലാണ്. നല്ല, നിങ്ങളല്ലേ പറഞ്ഞേ വെള്ളം ഇല്ലാന്ന്.
ഇല്ല, കഴിഞ്ഞോ? അപ്പം നെയ്യും നെയ്യ് 4. നെയ്യ് പായസം ഉണ്ടോ? ഇല്ല. ശരിക്കും മഴ നനയണം നമ്മനെ. ഇപ്പൊ തിരക്കെല്ലാം കുറഞ്ഞില്ല. മഴ പെയ്തു, നല്ല മഴ പെയ്തു. കാല് വേദനയുണ്ട കല്ല് ചവിട്ടിട്ട്. എല്ലാവരും കാല് പോയി പറഞ്ഞു. നേരത്തെ കാല് വേണം. അപ്പൊ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയല്ല. അതൊന്നും ഇങ്ങനെയാവില്ല. അങ്ങോട്ട് പോകുമ്പോ അത്ര പ്രശ്നമില്ല. ഇപ്പൊ വരുമ്പോഴാ കൂടുതലാവുന്നത്. എന്താ ഓ തണുപ്പും കൂടി പിടിച്ചപ്പോ അല്ലേ. വെള്ളം, മഴ, പുഴ. ആടെ അത് അവിടെ നിന്നാണ് കല്ലില് ഉരച്ചിട്ട് ചന്ദനം തൊടുന്ന ആൾക്കാർ. എന്താ അതാ സംഭവം. നിങ്ങൾ പറഞ്ഞില്ലേ മണിച്ചറിയത്ത് അങ്ങനെ ചെയ്യൂലെന്ന്. ഷോന് കൈ പിടിച്ചതാ. മഴ കൊണ്ടിട്ട് പോകുന്ന നോക്കിയിട്ട്. സർക്കസിന്റെ ഗുരുക്കന്മാരും കളരിയിൽ ഉസ്താക്കന്മാരും കളരി വിധി പ്രകാരം തയ്യാറാക്കിയ തൈലമാണിത് കേട്ടു. വാദസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ തൈലം വളരെ നല്ലതാണ്. അല്പം തൈലം കയ്യിലെടുത്ത് ഒന്ന് തിരുമ്പി സമയത്ത് അവര് ഇറങ്ങി അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ്
ഇല്ല ഇക്ക് വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളെ കൊട്ടിയൂര് ദർശനം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. അപ്പവും വാങ്ങി, നെയ്യും വാങ്ങി. ഇനി പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. കയ്യിലൊരു നെയ്പായസം പിടിച്ചിട്ട് കുറെ സമയമായി കക്ഷിക്ക് ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. പായസം ഇങ്ങൊക്കെ വേണ്ടിട്ട് വാങ്ങിയതാ. പാർക്കിംഗ് സ്ഥലത്തേക്ക് പോന്നാണ്. ഇതാ ഇവിടെ തന്നെയല്ലേ പാർക്ക് ചെയ്തേ? ഇതാ നമ്മളെ വണ്ടി. പാർക്ക് ചെയ്യാനും പൈസ വാങ്ങാനും ഇവര് ഭയങ്കര മിടുക്കരാ. കുറ്റി മാറ്റി തരാൻ ആരുമില്ല അല്ലേ?